എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് 1 കെമിസ്ട്രിയിലെ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റാണ്. എന്തിനു വേണ്ടിയാണ് ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ, ഒരു ഇക്വിലിബ്രിയത്തിനെ എങ്ങനെ ഫോർവേഡ് റിയാക്ഷൻ ടേംസിൽ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സാധാരണ പറയുന്ന ഒരു ഇക്വിലിബ്രിയത്തിനെ കൂടുതൽ പ്രോഡക്റ്റ് കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ഇക്വിലിബ്രിയത്തിന്റെ ഡിസ്റ്റർബിംഗ് ഫാക്ടേഴ്സ് എന്ന പേരിൽ, അതായത് കൂടുതൽ പ്രോഡക്റ്റ് കിട്ടുന്ന രീതിയിൽ ഇക്വിലിബ്രിയത്തിന് ഡിസ്റ്റർബ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന രീതിയിൽ പറയുന്ന 3 കാര്യങ്ങളാണ്. അതിലൊന്ന് കോൺസെൻട്രേഷൻ, ഇനി ഒരെണ്ണം പ്രഷർ, ഇനി ഒരെണ്ണം ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് ഒരു ഇക്വിലിബ്രിയത്തിനെ കൂടുതൽ പ്രോഡക്റ്റ് കിട്ടുന്ന രീതിയിൽ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിസ്റ്റർബിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്ന 3 പോയിന്റുകൾ, ഒന്ന് കോൺസെൻട്രേഷൻ, മറ്റൊന്ന് പ്രഷർ, മറ്റൊന്ന് ടെമ്പറേച്ചർ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സ് കൊണ്ട് എന്തെങ്കിലും ഇക്വിലിബ്രിയത്തിനെ നമ്മളൊന്ന് ഡിസ്റ്റർബ് ചെയ്താൽ ആ ഇക്വിലിബ്രിയം സ്വയം ഒന്ന് റീ അഡ്ജസ്റ്റ് ചെയ്യും. ആ റീ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, അത് കൂടുതൽ പ്രോഡക്റ്റ് കിട്ടത്തക്ക രീതിയിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ കാര്യങ്ങൾ ചിന്തിക്കാം. ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് പ്രോഡക്റ്റ് കൂടുതൽ കിട്ടുന്നില്ല, പകരം അത് തിരിച്ച് റിയാക്റ്റന്റ് ആയി മാറുക, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷെ എന്നാലും ഈ ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതൽ പ്രോഡക്റ്റ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ശരിക്കും ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റിന്റെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞതിന്റെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ, ഇക്വിലിബ്രിയം തന്നെ ഒന്ന് റീഅഡ്ജസ്റ്റ് ചെയ്യുകയും നമ്മൾ കൊടുക്കുന്ന 3 ചേഞ്ചസ്, കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ കൊണ്ടുള്ള 3 ചേഞ്ചസിനെ കൊണ്ടുണ്ടാവുന്ന എഫക്റ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇക്വിലിബ്രിയം തന്നെ റീഅഡ്ജസ്റ്റ് ചെയ്യും. ഇനി എങ്ങനെയാണ് റീഅഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ബൈ ഇൻക്രീസിംഗ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഓർ ബൈ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. അക്കോർഡിംഗ് ടു ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ, the equilibrium readjust itself the effect caused by concentration, pressure and temperature by changing the rate of forward reaction or backward reaction. The equilibrium readjusts itself the changes caused by 3 കാര്യങ്ങൾ, concentration, pressure and temperature. അതെങ്ങനെയാണ് റീഅഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ബൈ ചേഞ്ചിങ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഓർ ബാക്ക്വേർഡ് റിയാക്ഷൻ. നമുക്കറിയാം, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ പ്രോഡക്റ്റ് കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇനി അതിനെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു സാങ്കല്പികമായിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം നമുക്ക് പറയാം. ഒരു സാങ്കല്പികമായ ഒരു ഇക്വിലിബ്രിയം 2a plus b in equilibrium with c plus d delta h value -25 kilojoule. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വിലിബ്രിയത്തിൽ കൂടുതൽ പ്രോഡക്റ്റ് കിട്ടുന്ന രീതിയിൽ എങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന 3 ഫാക്ടേഴ്സും അപ്ലൈ ചെയ്യാം എന്ന് ചോദിച്ചാൽ നമുക്ക് ആലോചിക്കാം. നമുക്ക് ഒന്നാമത്തെ കാര്യം കോൺസെൻട്രേഷനെ പറ്റി ആലോചിക്കാം. കോൺസെൻട്രേഷൻ, അപ്പൊ ഞാനിപ്പോ എയുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു എന്ന് വെച്ചോ, എങ്കിൽ ആ എ ഉടൻ തന്നെ ഇൻക്രീസ് ചെയ്ത എ ഉടൻ തന്നെ ബി ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പൊ എ ബി ആയിട്ട് കമ്പൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥം കൂടുതൽ സിയും ഡിയും കിട്ടുക എന്ന് തന്നെയാണ്. അപ്പൊ എങ്കിൽ ചുരുക്കം പറഞ്ഞാൽ എയുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യിച്ചാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ബിയുടെ കോൺസെൻട്രേഷൻ ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്യിച്ചു എന്ന് വെച്ചോ, ബി കൂടുതൽ കൊടുത്ത ഈ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഈക്വിലിബ്രിയത്തിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്ന് വെച്ചോ, എങ്കിൽ ബി ഉടൻ തന്നെ എയുമായിട്ട് കമ്പൈൻ ചെയ്യും. ബി എയുമായിട്ട് കമ്പൈൻ ചെയ്താൽ നമുക്കറിയാം അത് സിയും ഡിയുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റ് കിട്ടുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ 2 പോയിന്റ് പറഞ്ഞു. എയുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതാണ് അതിന്റെ എഫക്ട്. ബിയുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താലും നമുക്ക് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി അതേസമയം സി അവിടെ നിന്ന് എടുത്തു മാറ്റി, അല്ലെങ്കിൽ സിയുടെ കോൺസെൻട്രേഷൻ കുറച്ചു എന്ന് വെച്ചോ, സി അവിടെ ഇല്ല എങ്കിൽ ഉടൻ തന്നെ നമുക്കറിയാം സി ഉണ്ടാവാൻ വേണ്ടി എയും ബിയും ശ്രമിക്കുന്നുണ്ട്. എയും ബിയും കൂടെ റിയാക്ട് ചെയ്തിട്ട് പുതുതായി അവിടെ സി എ ഉണ്ടാക്കുന്നുണ്ട്. സോ പുതുതായി അവിടെ സി വന്നു.
ആ സിയെ ഞാൻ അവിടെ നിന്ന് വീണ്ടും നീക്കം ചെയ്തു, അവിടെ നിന്ന് റിമൂവ് ചെയ്തു, സി അവിടെ നിന്ന് റിമൂവ് ചെയ്തു, വീണ്ടും എയും ബിയും കമ്പൈൻ ചെയ്തിട്ട് സി അവിടെ ഉണ്ടാവുന്നു. അതായത് ഞാൻ ചുരുക്കം പറഞ്ഞു ഇത്രയും ഉദ്ദേശിച്ചുള്ളൂ. കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിക്രീസ് ചെയ്താൽ, പ്രോഡക്റ്റ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയാലും റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നെന്ന് ഓർമ്മിക്കാം. സോ നമുക്ക് കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിൽ ഇവിടെ ആലോചിക്കാം. കൂടുതൽ പ്രോഡക്റ്റ് കിട്ടാൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ കിട്ടണമെങ്കിൽ രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇൻക്രീസ് ചെയ്യിച്ചാൽ മതി, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിക്രീസ് ചെയ്യിച്ചാൽ മതി. ഓക്കെ, അപ്പൊ പ്രോഡക്റ്റിനെ യഥാസമയം എടുത്ത് മാറ്റിക്കൊണ്ടിരുന്നാൽ നമുക്ക് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് കൂടുതൽ പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യുന്നു മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് ലേച്ചാർഡ് പ്രിൻസിപ്പിളിനെ പറ്റിയാണ്. എന്തിനു വേണ്ടിയാണ് ലേച്ചാർഡ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ, കൂടുതൽ പ്രോഡക്റ്റ് കിട്ടുന്ന രീതിയിൽ ഒരു ഇക്വിലിബ്രിയത്തിനെ എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്യാം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇനി അതിനുവേണ്ടി നമുക്ക് ഇക്വിലിബ്രിയത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സിനെ പറ്റി പറഞ്ഞു. ആ 3 ഫാക്ടേഴ്സ് കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ. ഇനി ആ കോൺസെൻട്രേഷനെ പറ്റി എടുത്തു പറഞ്ഞു. കോൺസെൻട്രേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, കോൺസെൻട്രേഷൻ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ ഓരോരുത്തരുടെയും ഇൻക്രീസ് ചെയ്ത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കൂടുതൽ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. അതേസമയം പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്താലും കൂടുതൽ പ്രോഡക്റ്റുകൾ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാം എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇനി രണ്ടാമത്തെ ഡിസ്റ്റർബിംഗ് ഫാക്ടറായ പ്രഷറിനെ പറ്റി നമുക്ക് പറയാം. പ്രഷറിനെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ സിസ്റ്റം ഗ്യാഷ്യസ് സിസ്റ്റം ആണെങ്കിൽ മാത്രമേ പ്രഷറിന് ഇൻവോൾവ്മെന്റ് ഉണ്ടാകാറുള്ളൂ. നമുക്കറിയാം, ഒരു സോളിഡ് സർഫസിലോ ലിക്വിഡ് സർഫസിലോ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് കാര്യമായ ചേഞ്ചസ് ഇല്ല. അതേസമയം ഒരു ഗ്യാസ് ആണെങ്കിൽ മാത്രമേ അവിടെ പ്രഷറിന് ഇൻഫ്ലുവൻസ് ഉള്ളൂ എന്ന് ഓർമ്മിക്കുക. സോ പ്രഷർ അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് ആദ്യം ഗ്യാസ് ആണെന്ന് പരിശോധിക്കുക. ശരിയാണ്, ഇവിടെ ഞാൻ ഗ്യാസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റിയാക്ടന്റ് ഓരോരുത്തരും ഗ്യാസ് ആണ്, പ്രോഡക്റ്റും ഗ്യാസ് തന്നെയാണ്. അപ്പൊ എങ്കിൽ നമ്മൾ പൊതുവെ പഠിച്ചു വയ്ക്കേണ്ടത് ഇങ്ങനെ, പ്രഷർ അപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ നടക്കുമോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെയല്ല പറയേണ്ടത്. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു എന്നോ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് എന്നല്ല പഠിക്കേണ്ടത്. പകരം പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, ഗ്യാസ് ആണെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റിയാക്ഷൻ നടക്കുന്നത് വോളിയം ഡിക്രീസിംഗ് ഡയറക്ഷനിലാണ്. വോളിയം ഡിക്രീസിംഗ് ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് റിയാക്ഷൻ നടക്കേണ്ടതെന്ന് വേണം പറയേണ്ടത്. ഓക്കെ, അപ്പൊ പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് പറയുന്ന സമയത്ത് when pressure increases rate of forward reaction increase എന്നല്ല പറയേണ്ടത്. when pressure increases rate of backward reaction increase അങ്ങനെയല്ല പറയേണ്ടത്. പകരം when pressure increases the reaction takes place in the direction with a decrease in volume അല്ലെങ്കിൽ number of moles. വോളിയം കുറയുന്നത് എങ്ങോട്ടാണോ അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കുറയുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യേണ്ടത് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫോർവേഡ് കൂടുന്നു ബാക്ക്വേർഡ് കൂടുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത്. പകരം നമ്പർ ഓഫ് മോൾസ് കുറയുന്നത് എങ്ങോട്ടാണോ അല്ലെങ്കിൽ വോളിയം കുറയുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് നമ്പർ ഓഫ് മോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പർ തന്നെയാണ്. സോ ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പർ 1, ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പർ 2. സോ 2 + 1 = 3. അപ്പൊ ഇവിടെ റിയാക്ടന്റിന്റെ നമ്പർ ഓഫ് മോൾസ് 3 ആണ്. ഇനി പ്രോഡക്റ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ 1 ഇവിടെ 1. സോ പ്രോഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസ് 2 ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം 3 2 മാറുന്ന ഒരു ഫോർവേഡ് റിയാക്ഷൻ ഉണ്ട്. അതേസമയം 2 3 മാറുന്ന ഒരു ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ട്. 3 2 മാറുക എന്ന് വെച്ചാൽ നമുക്കറിയാം അവിടെ വോളിയം കുറയുന്നു, 3 നിന്ന് 2 കുറയുന്നു. അതേസമയം 2 3 മാറുക എന്ന് വെച്ചാൽ അവിടെ 2 നിന്ന് 3 ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്, പ്രഷർ കൂടുന്നതനുസരിച്ച് വോളിയം കുറയുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ട് റിയാക്ഷൻ നടക്കണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കുറയുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ട് റിയാക്ഷൻ നടക്കണം എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. സോ ഇവിടെ നോക്കുന്ന സമയത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം വോളിയം കുറയുന്ന ഡയറക്ഷൻ സ്വാഭാവികമായിട്ട് ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുമെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഓർമ്മിക്കാം. നമ്മൾ ആദ്യമേ ഒരു ഇക്വിലിബ്രിയം കാണുന്നതിന് മുമ്പ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് എന്നല്ല പറയേണ്ടത്. പകരം പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റിയാക്ഷൻ നടക്കേണ്ടത് വോളിയം കുറയുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ട് നടക്കുന്നു എന്ന് പഠിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് അതിനെ നമ്മുടെ ഇക്വിലിബ്രിയത്തിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. ആ സമയത്ത് ഈ സിസ്റ്റത്തിൽ വോളിയം കുറയുന്ന ഡയറക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ പ്രഷർ കൂടുന്ന സമയത്ത് ഫോർവേഡ് റിയാക്ഷൻ കൂടുന്നു എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ഇങ്ങനെയല്ല, നമ്പർ മോൾസ് ഇങ്ങനെയല്ല തന്നിരുന്നെന്ന് വെച്ചോ. ഇത് ഒരു 3, ഇത് 2, ഇത് 2, ഇത് 2 തന്നിരുന്നു എങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 3 + 2 5,
ഇവിടെ 2+2 4. സോ ഇവിടെയും അങ്ങനെ തന്നെയാണ്. പ്രഷർ കൂട്ടുന്ന സമയത്ത് വോളിയം കുറയുന്ന ഡയറക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെയും പ്രഷർ കൂടുന്ന സമയത്ത് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി അങ്ങനെയല്ല തന്നിരിക്കുന്നത്, ഇവിടെ 3 ഇവിടെ 3 ഇങ്ങനെയാണെന്ന് വെച്ചോ. എങ്കിൽ നമുക്ക് റിയാക്ടന്റിന്റെ നമ്പർ ഓഫ് മോൾസ് 3+2 = 5, പ്രോഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസ് 3+3 = 6. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പ്രത്യേകത ഇവിടെ വോളിയം ഡിക്രീസിംഗ് ഡയറക്ഷൻ ബാക്ക്വേർഡ് ആണ്. സോ ഇങ്ങനെ ഒരു സിസ്റ്റം തന്നാൽ അവിടെ പ്രഷർ കൂടുന്ന സമയത്ത് ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുള്ളൂ. അതായത് കിട്ടുന്ന പ്രോഡക്റ്റ് തന്നെ തിരിച്ച് റിയാക്ടന്റായി മാറി പോകുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് കൂടുതൽ പ്രോഡക്റ്റ് കിട്ടാനുള്ള തടസ്സമാണെന്ന് കൂടെ ഇവിടെ ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ പ്രഷറുമായി ബന്ധപ്പെട്ട ആകപ്പാട് ഓർമ്മിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പ്രഷറുമായി ബന്ധപ്പെട്ട് ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ്, ഗ്യാസ് ആണെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി ചിന്തിക്കാവൂ. ഇനി അടുത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂടുന്നു, ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് കൂടുന്നു എന്നല്ല പഠിക്കേണ്ടത്. പകരം വോളിയം കുറയുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് റിയാക്ഷൻ നടക്കേണ്ടതെന്ന് പഠിക്കുക. എന്നിട്ട് അതിനെ നമ്മൾ ഇക്വിലിബ്രിയത്തിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനെപ്പറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ശരി. അപ്പൊ 2 ഫാക്ടേഴ്സിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അടുത്ത ടെമ്പറേച്ചറിനെ പറ്റിയാണ്. അപ്പൊ ടെമ്പറേച്ചറിനെ പറ്റി പറയാൻ വേണ്ടി ആ ഇക്വിലിബ്രിയത്തിനകത്ത് ഒരു സൂചന തന്നിരിക്കും. ΔHന്റെ വാല്യൂ തന്നിരിക്കും. ഇവിടെ ΔHന്റെ വാല്യൂ ഉണ്ട്. ΔHന്റെ വാല്യൂ നെഗറ്റീവും തന്നിട്ടുണ്ട്. അപ്പൊ ΔHന്റെ വാല്യൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്കറിയാം ഹീറ്റിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് എക്സോതെർമിക് ആണ്. ഇവിടുത്തെ പ്രത്യേകത ΔH നെഗറ്റീവ് ആയതുകൊണ്ട് ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക്കും ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക്കുമാണ്. ഓക്കെ, അപ്പൊ എപ്പോഴും അങ്ങനെയാണ്. ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ ബാക്ക്വേർഡ് എൻഡോതെർമിക് ആണ്. ഇവിടെ നമ്മൾ എങ്ങനെ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് എന്ന് മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ ഇവിടെ ΔHന്റെ വാല്യൂ നെഗറ്റീവ് വാല്യൂ, ഇതിന്റെ വാല്യൂ അല്ല നമുക്ക് നോക്കുന്നത് സൈൻ ആണ്. ΔHന്റെ വാല്യൂ ഇവിടെ നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് തന്നെ ΔH നെഗറ്റീവ് എങ്കിൽ അവിടെ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. ΔH വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും എന്ന് ഓർമ്മിക്കുക. ഓക്കെ, ശരി. അപ്പൊ എങ്കിൽ നമുക്ക് ഓർമ്മിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ അവിടെ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂടുമോ ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് കൂടുമോ എന്ന് ചിന്തിച്ചാൽ അത് അങ്ങനെയല്ല പറയേണ്ടത്. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അവിടെ എൻഡോതെർമിക് റിയാക്ഷൻ ഏതാണോ അതിന്റെ റേറ്റ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത് പറയണം. ഓക്കെ, ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനായ എൻഡോതെർമിക് റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സിസ്റ്റം നോക്കുന്ന സമയത്ത് ഇവിടുത്തെ എൻഡോതെർമിക് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിലേക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുകയുള്ളൂ എന്ന് ഓർമ്മിക്കുക. ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കൂടുതൽ പ്രോഡക്റ്റ് അല്ല കൂടുതൽ റിയാക്റ്റന്റ് ആയിട്ട് തിരിച്ച് മാറി പോകുന്നത് കൂടെ ഓർമ്മിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ ആലോചിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞു വന്ന കാര്യം ലേച്ചാർട്ടിന്റെ പ്രിൻസിപ്പിളിനെ പറ്റിയാണ്. ലേച്ചാർട്ട് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു ഇക്വിലിബ്രിയത്തിന് ഡിസ്റ്റർബിംഗ് ഫാക്ടേഴ്സ്, അതായത് കൂടുതൽ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി ഇക്വിലിബ്രിയത്തിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന 3 ഫാക്ടേഴ്സിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അതിലൊന്ന് കോൺസെൻട്രേഷൻ, ഇനി ഒന്ന് പ്രഷർ, മറ്റൊന്ന് ടെമ്പറേച്ചർ. ഇനി കോൺസെൻട്രേഷന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ ഡെഫിനറ്റ്ലി റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇനി പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറച്ചാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അത്രയും നമുക്ക് മനസ്സിലായി. ഇനി പ്രഷറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് കണ്ടീഷൻ പറഞ്ഞു. പ്രഷറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് അല്ല ചിന്തിക്കുന്നത്. അവിടെ ഗ്യാസ് ആണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ. ഇനി അതുകൂടാതെ പ്രഷർ കൂടുന്ന സമയത്ത് വോളിയം കുറയുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന് പഠിക്കണം. ഓക്കെ, ഇനി ടെമ്പറേച്ചറിന്റെ കാര്യം പറയുന്ന സമയത്ത് ടെമ്പറേച്ചറിന്റെ കാര്യത്തിൽ ഓർമ്മിക്കേണ്ട കാര്യങ്ങളുണ്ട്. ടെമ്പറേച്ചറിന്റെ സൂചന എന്ന് വെച്ചാൽ ΔH വാല്യൂ ആണ്. ΔH വാല്യൂ നെഗറ്റീവ് എന്ന് അവിടെ കൊടുത്തിരുന്നാൽ ഫോർവേഡ് റിയാക്ഷൻ എക്സോ എന്ന് ബാക്ക്വേർഡ് എൻഡോ എന്ന് എഴുതണം. ടെമ്പറേച്ചർ വാല്യൂ ΔH വാല്യൂ പോസിറ്റീവ് എന്ന് കൊടുത്തിരുന്നാൽ ഫോർവേഡ് എൻഡോ എന്ന് ബാക്ക്വേർഡ് എക്സോ എന്ന് എഴുതണം. ഇനി ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അവിടെ ഫോർവേഡ് റിയാക്ഷൻ കൂടുന്നോ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുന്നോ അല്ല പറയേണ്ടത്. പകരം ടെമ്പറേച്ചർ ഇൻക്രീസസ് റേറ്റ് ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ ഇൻക്രീസസ് എന്ന് വേണം പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ലേച്ചാർട്ടിന്റെ പ്രിൻസിപ്പിൾ ഈ പറഞ്ഞ ഇക്വിലിബ്രിയത്തിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമ്മുടെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി പിന്നെ നമ്മുടെ ഇനേർട്ട് ഗ്യാസിന്റെ അഡിഷൻ കൂടെ ഇതിനകത്ത് വേണമെങ്കിൽ ചേർത്ത് പറയാം. ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇനേർട്ട് ഗ്യാസിന്റെ അഡിഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ഇനേർട്ട് ആണ്. ഇനേർട്ട് ആയതുകൊണ്ട് തന്നെ ഇത് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനേർട്ട് ഗ്യാസിന്റെ അഡിഷൻ എന്ന് വെച്ചിട്ട് ഒരു പ്രത്യേക ഇൻഫ്ലുവൻസ് ഇക്വിലിബ്രിയം സിസ്റ്റത്തിലേക്ക് ഉണ്ടാക്കുന്നില്ല. അപ്പൊ ആ ഒരു പോയിന്റ് കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് ഓർമ്മിക്കുക. ഇനി അത് കൂടാതെ കാറ്റലിസ്റ്റിന്റെ കാര്യം ചോദിച്ചാൽ ഒരു ഇക്വിലിബ്രിയം സിസ്റ്റത്തിൽ കാറ്റലിസ്റ്റിന്റെ റോൾ എന്താണെന്ന് അപ്പൊ രണ്ടാം ഭാഗത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഇനേർട്ട് ഗ്യാസ് അഡിഷന്റെ കാര്യം പറഞ്ഞു. ഇനേർട്ട് ഗ്യാസിന്റെ പ്രത്യേകത പേര് സൂചിപ്പിക്കും പോലെ തന്നെ അത് ഇനേർട്ട് ആയതുകൊണ്ട് തന്നെ അത് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയത്തിൽ സ്വാഭാവികമായിട്ടും അതിന് ഒരു റിലേഷനും ഇല്ല, ഒരു ബന്ധവുമില്ല.
അവിടെ ഒരു എഫക്റ്റും ഇല്ല. ഇനി അതുപോലെ തന്നെ ഒരു കാറ്റലിസ്റ്റിന്റെ കാര്യം ചോദിച്ചാൽ, ഒരു ഇക്വിലിബ്രിയത്തിനെ കാറ്റലിസ്റ്റ് എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഒരുപോലെ ഇൻക്രീസ് ചെയ്തിട്ട് ഇക്വിലിബ്രിയം എന്ന കണ്ടീഷൻ എളുപ്പത്തിൽ അറ്റൈൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു എന്ന് വേണം പറയേണ്ടത്. ഓക്കെ, അപ്പോൾ എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ ഇക്വിലിബ്രിയം ചോദിച്ചല്ലോ. ഒരു ഇക്വിലിബ്രിയത്തിൽ കാറ്റലിസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് എന്താണ് അല്ലെങ്കിൽ എഫക്ട് എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടത്, കാറ്റലിസ്റ്റ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈക്വലി, രണ്ട് രീതിയിലും ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് ഒരുപോലെ ഇൻക്രീസ് ചെയ്തിട്ട് ഇറ്റ് ഹെൽപ്സ് ടു അറ്റൈൻ ഇക്വിലിബ്രിയം റാപ്പിഡ്ലി, പെട്ടെന്ന് ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നത് മാത്രമേ അതിനകത്ത് ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കാം. നമ്മുടെ ഹെഡിങ് എന്ന് വെച്ചാൽ ലേച്ചാർഡ് പ്രിൻസിപ്പിൾ ആണ്, അതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. ഇനി ഒരു സിസ്റ്റത്തിലേക്ക് ലേച്ചാർഡ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇനേർട്ട് ഗ്യാസിന്റെ അഡിഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. അത് കൂടാതെ നമ്മുടെ പിന്നെ കാറ്റലിസ്റ്റിന്റെ റോൾ എന്താണ്, ഒരു ഇക്വിലിബ്രിയത്തിൽ കാറ്റലിസ്റ്റിന്റെ റോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി ഇതിനെ ഒരു റിയൽ ഇക്വിലിബ്രിയത്തിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സായ ഹേബർ പ്രോസസ് നമുക്കറിയാം, നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അമോണിയ ഉണ്ടാകുന്ന ഇൻഡസ്ട്രിയൽ പ്രോസസ്. ഡെൽറ്റ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 92 kJ. ഓക്കെ, അപ്പോൾ ലേച്ചാർഡ് പ്രിൻസിപ്പിൾ അനുസരിച്ച് കോൺസെൻട്രേഷന്റെ കാര്യം ചിന്തിക്കാം. നൈട്രജന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കൂടുതൽ അമോണിയ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാം. ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താലും ഹൈഡ്രജൻ നൈട്രജനായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്, സോ കൂടുതൽ അമോണിയ ഫോം ചെയ്യുന്നുണ്ട്, സോ അവിടെ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി അമോണിയയുടെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്താൽ, അമോണിയ ഇവിടെ നിന്ന് എടുത്തു മാറ്റിയാൽ നൈട്രജനും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അമോണിയ പുതുതായി ഉണ്ടാകുന്നുണ്ട്, അങ്ങനെയും നമുക്ക് ഫോർവേഡ് റിയാക്ഷൻ കിട്ടുന്നുണ്ട്. സോ അമോണിയ കൂടുതൽ കിട്ടാൻ അമോണിയയുടെ ഈൽഡ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റിന്റെ എമൗണ്ട് ആണ്. ഈൽഡ് കൂടുതൽ അമോണിയ കിട്ടാൻ അല്ലെങ്കിൽ അമോണിയയുടെ ഈൽഡ് കൂട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ പറയാം, നൈട്രജന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുക, ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുക, അമോണിയയുടെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുക അല്ലെങ്കിൽ അമോണിയ യഥാസമയം അവിടെ നിന്ന് എടുത്ത് മാറ്റുക. ഇനി പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന സമയത്ത് നോക്കാം, ഗ്യാസ് ആണോ നോക്കാം. ശരിയാണ്, ഗ്യാസ് ആണ്. ഇനി നമ്പർ ഓഫ് മോൾസ് പരിശോധിക്കണം. നമ്പർ ഓഫ് മോൾസ് ഇവിടെ 3 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. സോ റിയാക്ടന്റ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 4. ഇനി NH3 നമ്പർ ഓഫ് മോൾസ് 2. സോ 4 2. 4 2ആയി മാറുന്ന ഒരു ഫോർവേഡ് റിയാക്ഷനും 2 4ആയി മാറുന്ന ഒരു ബാക്ക്വേർഡ് റിയാക്ഷനും. നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്, when pressure increases the reaction takes place in the direction with the decrease in number of moles. നമ്പർ ഓഫ് മോൾസ് കുറയുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് നടക്കേണ്ടത്. സോ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്പർ ഓഫ് മോൾസ് കുറയുന്ന ഡയറക്ഷൻ 4 2ആയി മാറുന്ന ഡയറക്ഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് കൂടുതൽ അമോണിയ കിട്ടുന്നതിന് നല്ലതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ നമ്പർ ഓഫ് മോൾസ് കുറയുന്ന ഡയറക്ഷനായ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അമോണിയ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുവെന്ന് ഓർമ്മിക്കുക. ഇനി അടുത്ത ടെമ്പറേച്ചറിന്റെ കാര്യം പരിശോധിച്ചാൽ, ടെമ്പറേച്ചറിന്റെ കാര്യം നോക്കാൻ വേണ്ടി നമ്മൾ ഡെൽറ്റ എച്ച് ആണ് നോക്കേണ്ടത്. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ എച്ച് വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് അവിടെ ഫോർവേഡ് XY ആണ്. സോ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്, അതേസമയം ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫോർവേഡിന്റെ റേറ്റ് കൂടുന്നുവെന്നോ ബാക്ക്വേർഡിന്റെ റേറ്റ് കൂടുന്നതെന്നല്ല പഠിച്ചിരിക്കുന്നത്, പകരം എൻഡോതെർമിക് റിയാക്ഷൻ റേറ്റ് കൂടുന്നതെന്നാണ് പഠിച്ചിരിക്കുന്നത്. സോ ഈ സിസ്റ്റത്തിലേക്ക്, ഈ ഇക്വിലിബ്രിയത്തിലേക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ അവിടെ എൻഡോതെർമിക് റിയാക്ഷനായ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് നടക്കുക. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അമോണിയ ഡീകമ്പോസ് ചെയ്തിട്ട് നൈട്രജനും ഹൈഡ്രജനും ഉണ്ടാവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിൽ, ഈ ഇക്വിലിബ്രിയത്തിൽ കൂടുതൽ പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ, കൂടുതൽ അമോണിയ കിട്ടണമെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു പോയാൽ എൻഡോതെർമിക് റിയാക്ഷനായ ബാക്ക്വേർഡ് റിയാക്ഷൻ അമോണിയ ഡീകമ്പോസ് ചെയ്ത് പോവുകയുള്ളെന്ന് ഓർമ്മിക്കുക. സോ അതുകൊണ്ട് തന്നെ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ എന്ന് ചോദിച്ചിട്ട് ഇവിടെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താലാണ് കൂടുതൽ അമോണിയ കിട്ടാൻ സാധ്യത എന്ന് ഓർമ്മിക്കുക. ടെമ്പറേച്ചർ കൂടിയാൽ ഉള്ള അമോണിയ കൂടെ ഡീകമ്പോസ് ചെയ്ത് തിരിച്ച് നൈട്രജനും ഹൈഡ്രജനുമായിട്ട് മാറിപ്പോകുന്നു എന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ അപ്ലൈ ലേച്ചാർഡ് പ്രിൻസിപ്പിൾ ഇൻ ഹേബർ പ്രോസസ് എന്ന് ചോദിച്ചിട്ട് പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. നൈട്രജന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താലും ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താലും അമോണിയയുടെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്താലും റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കൂടുതൽ അമോണിയ കിട്ടുന്നുണ്ട്. ഇനി പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്തും കൂടുതൽ അമോണിയ കിട്ടും, കാരണം ഫോർവേഡ് റിയാക്ഷൻ ആണ്.
നമ്പർ ഓഫ് മോൾസ് കുറയുന്നത്. ഈ ടെമ്പറേച്ചറിന്റെ കാര്യം സമയത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് പോയാൽ എൻഡോതെർമിക്, അതായത് ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ അവിടെ ഡിക്രീസ് ചെയ്യണം. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ മാത്രമേ കൂടുതൽ അമോണിയ കിട്ടുള്ളൂ. ഇനി സാധാരണ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലെല്ലാം ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്ന ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉപയോഗിക്കാറുണ്ട്. അത് അപ്രോക്സിമേറ്റ്ലി 450 ഡിഗ്രി സെൽഷ്യസിന് തുല്യമാണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ ഇൻഡസ്ട്രിയൽ പ്രോസസ് ആയതുകൊണ്ട് ഇവിടെ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിന്റെ കാര്യം കൂടെ നമ്മൾ ഓർമ്മിക്കണം. ഓക്കെ, അപ്പൊ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് കൂടുതൽ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കുക. നല്ലോണം പഠിക്കുക. അനലൈസ് പ്രിൻസിപ്പിളിന്റെ ഓരോ കൺസെപ്റ്റ് നല്ലോണം മനസ്സിലാക്കി പഠിക്കുക. കൂടുതൽ സിസ്റ്റത്തിലേക്ക് ഇത് അപ്ലൈ ചെയ്ത്